ഹലോ നമസ്കാരം, എല്ലാവർക്കും കിക്ക് സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മറ്റു ISL ക്ലബ്ബുകളുടെയും വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന 97% ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമകൾ വിലക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്ക്ക് വലിയ വിമർശനമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഉടനീളം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല ആരാധകരും ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയ അബിക്കിൻ്റെ ട്വിറ്ററിൽ പോയിട്ട് പല തെറികളും വിളിക്കുന്നത് നമുക്ക് കാണാം. ആ വിമർശനത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ധനം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവരുടെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ ക്ലബ്ബ് ഉടമകൾ ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. മലയാളത്തിലെ സാമ്പത്തിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ധനം ഓൺലൈനാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പൃഥ്വിരാജ് സുകുമാരൻ സൂപ്പർ ലീഗ് കേരള ക്ലബിനെ ഓഹാരികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ധനം ഓൺലൈനാണ്. അതിനാൽ തന്നെ അവരുടെ റിപ്പോർട്ടുകൾ തള്ളിക്കളയാനാവില്ല. ഓരോ വർഷവും കഴിയുന്തോറും ക്ലബിൻ്റെ വരുമാനം കുറയുന്നതും ചെലവും നഷ്ടവും ഉയരുന്നതുമായ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള ഉടമകളെ ഈ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് പ്രശസ്ത റിപ്പോർട്ടിൽ പറയുന്നത്. സമീപകാലത്തെ ക്ലബിൻ്റെ പ്രകടനവും മോശമായതോടെ ആരാധകർ ടീമിനെ താൽക്കാലികമായി കൈവിട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ സീസണിലെ അവസാന ഹോം മത്സരങ്ങളിൽ കാണാൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തിയത് 10,000-ലെ താഴെ ആരാധകരാണ്. കാണികൾ കുറഞ്ഞതോടുകൂടി ടിക്കറ്റിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. ഇക്കാര്യവും വിൽപ്പനയ്ക്ക് കാരണമാവുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും കാലമായി സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ മാത്രമാണ് കഴിഞ്ഞതെന്നും സാമ്പത്തിക നേട്ടത്തിലുള്ള വഴികൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും പ്രശസ്ത റിപ്പോർട്ടിൽ വിമർശിക്കപ്പെടുന്നു. എന്നാൽ ക്ലബിനെ വിൽക്കാനുള്ള നീക്കം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. MA യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് ക്ലബിനെ വാങ്ങുമെന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് പക്ഷേ ഇടപാട് മാത്രം നടന്നില്ല. പിന്നീട് ഗൾഫ് ആസ്ഥാനമായി മറ്റൊരു നിക്ഷേപ ഗ്രൂപ്പും ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ രംഗത്ത് വന്നിരുന്നു. ഈ ഇടപാടും ക്ലബിൻ്റെ മൂല്യത്തെ ചൊല്ലി പാതി വഴിയിൽ അവസാനിച്ചതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനായി പുതിയ മാനേജ്മെൻറ്റ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് മാറുന്നതിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഡേവിഡ് കച്ചാലയുടെ സഹപരിശീലകൻ റാഫ എന്നുള്ള കോച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 2 മത്സരങ്ങളിൽ മാത്രമേ അയാൾ വന്നിട്ടുള്ളൂ. അദ്ദേഹം വന്നിട്ട് 2 മത്സരമേ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളൂ. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ആകെ 3 മാസമേ ആകുന്നതേയുള്ളൂ. അപ്പോൾ തന്നെ ക്ലബ്ബ് വിട്ടിരിക്കുന്നു ഇദ്ദേഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കാണുന്ന 97% ആൾക്കാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയും കാണാൻ. ബൈ ബൈ.